ഇപ്പൊ സിയാട്ടിക്ക ആണെങ്കിൽ നമ്മൾ ഇതിന് ചികിത്സ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കാലൊക്കെ വേണം മസിൽ വാസ്റ്റിങ്ങും പെർമനന്റ് നെർവ് ഡാമേജും അതുപോലെ തന്നെ കാലിൽ കുഴച്ചിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എപ്പോഴൊക്കെയാണ് ഒരു നടുവേദന ഉള്ള ആള് നടുവേദനയ്ക്ക് ചികിത്സ തേടേണ്ടത്? കുറെ നേരം നിൽക്കുമ്പോൾ ഊരയുടെ രണ്ട് സൈഡിൽ നിന്ന് വേദന വരിക, അല്ലെ കടച്ചിൽ വരിക, അല്ലെ കുറെ നേരം ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഊരയിൽ നിന്ന് ഒരു പിടുത്തം വരിക, അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ അത് വേറൊരു മസിൽ പെയിൻ, മസിലിന്റെ പിടുത്തമായിട്ട് കണക്കാക്കാതെ അത് സിയാട്ടിക്ക ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് സിയാട്ടിക്കയാണ് എന്ന് അങ്ങനെ ചെക്ക് ചെയ്യാൻ സ്ലം ടെസ്റ്റ്, SLR ടെസ്റ്റ് പോലത്തെ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ SLR ടെസ്റ്റ് നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ്. സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നിട്ട് ലെഗ് 90 ഡിഗ്രി സ്ട്രെയിറ്റ് ആയിട്ട് മേലോട്ട് പൊക്കുമ്പോൾ കാലിന്റെ ബേക്കിന്ന് വേദന കടച്ചിലൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഒരു വലിച്ചിൽ വരുന്നുണ്ടെങ്കിൽ അത് സിയാട്ടിക്ക ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സിയാട്ടിക്ക ഉള്ള പേഷ്യന്റ്, കുറെ കാലമായിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് എന്തുണ്ടാവും, കാലിലെ തെരിപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ കടച്ചിലുണ്ടാവും, പുകച്ചിലുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഷൂട്ടിംഗ് പെയിൻ വരെ ഉണ്ടാവും. ഇപ്പൊ സിയാട്ടിക്ക ആണെങ്കിൽ നമ്മൾ ഇതിന് ചികിത്സ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കാലൊക്കെ വേണം മസിൽ വാസ്റ്റിങ്ങും പെർമനന്റ് നെർവ് ഡാമേജും അതുപോലെ തന്നെ കാലിൽ കുഴച്ചിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.